ഇവിടെ ഹീറോന്റെ ഗ്രാമത്തിലാണെങ്കിൽ കങ്കുടി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടാകും. പക്ഷെ അവളാണെങ്കിൽ നോർമലായ സ്ത്രീ ആയിരിക്കില്ല. ബ്ലാക്ക് മാജിക്കും അതുപോലെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ഹീറോന്റെ ഫാമിലി വാടകയ്ക്കായിട്ട് കൊടുത്ത വീടിനെയാണെങ്കിൽ അലങ്കോലമാക്കിയിരിക്കുകയാണ്. അതേസമയത്ത് ഇവിടെ ആ വീട്ടിൽ ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ആണെങ്കിൽ ആ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് മാത്രമല്ല അത് ഗ്രാമത്തിൽ എല്ലാവർക്കും ശല്യമായിരിക്കും. അവളോട് ആ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടാവില്ല. സോ വേറെ വഴിയില്ലാതെ ഹീറോന്റെ വീട്ടുകാരും അതുപോലെ ഗ്രാമത്തിലെ കുറച്ചാളും ചേർന്നിട്ട് അവളെ അടിച്ചു ഓടിക്കുകയാണ്. എന്നാൽ അങ്ങനെ പോകുന്ന ഇവളാണെങ്കിൽ ഹീറോന്റെ ഫാമിലി എങ്ങനെ പഴിവാങ്ങാനായിട്ട് ഹീറോന്റെ മേലെ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആ വീട്ടിൽ ആരുടെ സമയം നോക്കിയിട്ട് ഉള്ളിലേക്ക് കിടക്കണം. പക്ഷെ അവിടെയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹീറോയിൻ ഉണ്ടാവും. പക്ഷെ ഇവളാണെങ്കിൽ ഹീറോയിനോട് ഞാൻ കുറച്ച് ആന കൊടുക്കാൻ പറഞ്ഞ റൂമിൽ പോകുകയാണ്. എന്നാൽ അവിടെയാണെങ്കിൽ ബ്ലാക്ക് മാജിക് ഇടാൻ തുടങ്ങുകയാണ്. അത് മുഴുവൻ ഹീറോയിനാണെങ്കിൽ ഒരു ചെറിയ ഹോളിലൂടെ കാണുന്നുണ്ടാകും. പക്ഷെ പെട്ടെന്ന് അവിടേക്കാണെങ്കിൽ ഇവളുടെ വീട്ടുകാരും വരും. അങ്ങനെ അവസാനം കങ്കൂടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഹീറോയിനെ ശപിക്കുകയാണ്. ഷാബു ആണെങ്കിൽ വർഷങ്ങൾക്ക് ഇപ്പുറം ഹീറോയിൻ വലുത ശേഷം അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഹീറോയിന് കല്യാണം കഴിഞ്ഞ് ഫാമിലി ഉണ്ടെങ്കിൽ ഇവൾ ഒറ്റയ്ക്കുള്ള സമയത്താണെങ്കിൽ ഇവളുടെ കാതിലേക്ക് മരിച്ചുപോയി കങ്കൂടി സംസാരിക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കുകയാണ്. ആ സമയത്തെല്ലാം ഇവൾ പ്രാന്തെടുത്ത പോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആ ബ്ലാക്ക് മാജിക്കിൽ ഉണ്ടായ ഷാബു ആണെങ്കിൽ ഇവൾ ഇപ്പോഴും വിടാതെ ഹോണ്ട് ചെയ്യാണ്. അങ്ങനെ ഇവള് മകളെയും കൂട്ടി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഗ്രാമത്തിൽ പോവുകയാണ്. ആ വീട് കാണും തന്നെ ഹീറോന്റെ മനസ്സാണെങ്കിൽ വരയ്ക്കുന്നുണ്ടാവും. സത്യത്തിൽ ഹീറോയിന് സംഭവിക്കുന്നത് എന്താണ്, ഇവളെ ശാപത്തിന് രക്ഷപ്പെട്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് പാട്ടിലൊന്ന് കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.